എല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കർത്താവിൽ ബലപ്പെടാൻ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് കൂടുതൽ വചനത്തിലൂടെ അടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാവിലെ മുതൽ 3 ദിവസം സഭയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് പ്രത്യേകമായ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അവധിക്കാലമായതുകൊണ്ട് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും അതിൽ പങ്കെടുത്ത് ബലപ്പെടാൻ യേശു കർത്താവ് കൃപ തരുമല്ലോ. അതുകൊണ്ട് ഇതൊരു അറിയിപ്പായി അറിഞ്ഞ് എല്ലാവരും തന്നെ ഉത്സാഹത്തോടെ ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കഴിയുന്ന അത്രയും പേർ പങ്കെടുത്ത് നമ്മുടെ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ കർത്താവിൽ ആശ്രയിക്കുക. നമ്മൾ ഈ വർഷത്തിന് പേരിട്ടിരിക്കുന്ന വാഗ്ദത്ത നിവർത്തികളുടെ വർഷമെന്നാണ്. എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് വർഷങ്ങളായിട്ട് നമ്മോട് പറഞ്ഞുവോ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈയുടെ കീഴെ നാം താണിരുന്നാൽ മതി. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആരാധനയിൽ പങ്കെടുത്ത്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് വചനം കേട്ട്, ഒരുമിച്ച് ആമേൻ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വർഷങ്ങളായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചത് പലതും മറുപടിയില്ലാതെ കിടക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ബലമായി മാറും. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അനേക മടങ്ങാണ് 2 പേർ ഒരുമിച്ച് കൂടിയാൽ. അതുകൊണ്ട് യേശു പറഞ്ഞു, 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകിത്തരും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെയുണ്ടോ അതിൻ്റെ നടുവിൽ ഞാനുണ്ട്. ഇങ്ങനെയുള്ള ഉറപ്പൊക്കെ കർത്താവ് പറഞ്ഞു. അപ്പോൾ കുറച്ചധികം പേര് ഒരുമിച്ച് കൂടിയാലോ, അത് ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന, അഭിഷേകമുള്ള, പ്രാർത്ഥിക്കുന്ന, ഉപവാസത്തിൽ ഉറ്റിരിക്കുന്ന ചിലരുടെ ഇടയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീക അന്തരീക്ഷം അതൊരു ഉപവാസ പ്രാർത്ഥനയിൽ ആണ് ലഭിക്കുന്നത്. അതായത് പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയാണ്. യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതികൾ നീങ്ങിപ്പോകില്ല. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു പ്രാർത്ഥനയിലും മാറാത്തത് ഉപവാസ പ്രാർത്ഥനയിൽ മാറിപ്പോകും എന്ന് കരുതി എന്തെങ്കിലും മാറിപ്പോകാൻ വേണ്ടി മാത്രമാണ് ഉപവാസത്തിലിരിക്കുന്നത്. അല്ല. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിനോടുകൂടി വസിക്കുക, കർത്താവിനോടുകൂടി ചേർന്നിരിക്കുക. വ്യക്തിപരമായി കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം? ബൈബിള് വായിക്കുക, പ്രാർത്ഥിക്കുക. ഈ 2 കാര്യങ്ങൾ. ദൈവം തരുന്ന വചനങ്ങൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക. ദൈവം തരുന്ന ആശയങ്ങൾ, വായിച്ച ഭാഗത്തുനിന്ന് കിട്ടിയ ആശയങ്ങൾ, കണ്ട ദർശനങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ഒരു നോട്ട്ബുക്കിലേക്ക് ഡേറ്റ് സഹിതം എഴുതി വെക്കുക. കുറഞ്ഞത് ഇത്രയൊക്കെ ചെയ്താൽ മതി. ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. അല്ലാത്തവർ നിങ്ങൾക്ക് ദൈവം തന്ന വിശ്വാസത്തിൻ്റെ അളവ് പോലെ, പ്രാപ്തി പോലെ പ്രാർത്ഥിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ വളരെയധികം ദാഹവും ആവേശവും ഉള്ളവരായി മാറുക. യേശു കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നു മുതലുള്ള ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിൽ ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Bow before your throne. All the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You
from you are all things, and to you are all things. You deserve the glory. And all the saints and angels bow before your throne, and all the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Jesus. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, day and night, day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory, Lord. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. അപ്പോസ്തല പ്രവർത്തികളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരാം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നം കാണും. നിങ്ങളുടെ എൻ്റെ ദാസന്മാരുടെ മേലും ഞാൻ പ്രവചനാത്മാവിനെ അയക്കും എന്നിങ്ങനെ പറഞ്ഞ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ഞാൻ ചെയ്യുമെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഒരു ഉണർവിൻ്റെ കാലം, അതായത് യേശുവിൻ്റെ 2-ാമത്തെ വരവിന് മുമ്പുള്ള കാലത്തെ പറയാം, ഉണർവിൻ്റെ കാലം. എല്ലാവരെയും ഉണർത്തി, എല്ലാവരും വചനം കേട്ട്, എല്ലാവരും രക്ഷിക്കപ്പെട്ട്, എല്ലാവരും ദൈവത്തിലേക്ക് തിരിയാൻ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 20-ാമത്തെ വാക്യം 2:20, അപ്പോസ്തല പ്രവൃത്തി 2:20.
കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കാനുണ്ട്. ഏകദേശമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തോട് എതിർക്കുന്നു, ജാതിയോട് എതിർക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഞാൻ വാതുക്കലായി എന്ന് യേശു പറയുന്നു. യേശുവിൻ്റെ വരവിന് തൊട്ടു മുമ്പുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഇതിനെ നമ്മൾക്ക് കാണാം. 21 വാക്യം, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവിൽ ആശ്രയിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്നും നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമം ഇല്ലെന്നും ദൈവവചനം പറയുന്നു. മറ്റാർക്കും വിടുവിക്കാൻ കഴിയില്ല, ഒരേ ഒരു നാമം. ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് രക്ഷപ്പെടാൻ ഒറ്റ നാമം കർത്താവ് വെച്ചിട്ടുണ്ട്, അത് യേശുവാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ സാധ്യമല്ല. യേശു ഉറപ്പിച്ചു പറഞ്ഞു, ഒരേ ഒരു വഴി. അപ്പോൾ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അതായത് ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടും, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, ശാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും, മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും, തകർച്ചകളിൽ നിന്ന് രക്ഷിക്കപ്പെടും. ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഏതെല്ലാം കാര്യം നിങ്ങൾക്കുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുവാൻ ഒറ്റ നാമം, യേശുവേ എന്ന് വിളിച്ചാൽ മതി. ഈ പേര് വിളിക്കാതിരിക്കാൻ പിശാച് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഉപദേശങ്ങൾ പോലും ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുമ്പോൾ, മതങ്ങൾ അവരുടെ മതങ്ങളെ കൂടുതൽ കൊഴുപ്പിക്കുമ്പോൾ, ഇതിൻ്റെ നടുവിൽ ഒരേ ഒരു നാമം, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ, ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് പോകട്ടെ, അത് പിന്നത്തെ കാര്യം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പുറപ്പെടുവാൻ എല്ലാം ഒരേ ഒരു നാമമേ ഉള്ളൂ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ മരണത്തിന് അപ്പുറത്തേക്ക് മാത്രമേ യേശുവിനെ കൊണ്ട് ഉപകാരമുള്ളൂ. അല്ല, യേശു പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനങ്ങളോ വസ്തുവകളോ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നാമം പ്രതി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് നിങ്ങളെ എല്ലാവരും കുടുംബമായിട്ടും നാട്ടുകാരും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവൻ ആരും ഇല്ലെന്ന്. എല്ലാവർക്കും ദൈവത്തിങ്കിലേക്ക് വാതിൽ തുറന്നു കിടക്കുകയാണ്. യേശു ഒരു വാതിലാണ്. യേശു സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു കോവേണിയാണ്. അതാണ് യാക്കോബ് കണ്ട ഒരു സ്വപ്നം. യാക്കോബ് ഇസഹാക്കിൻ്റെ സ്വന്തം അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ചേട്ടനെ പേടിച്ച് ഏശാവിനെ പേടിച്ച് ഓടുമ്പോൾ അവൻ ഒരു മരുഭൂമിയിലെത്തി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു കല്ല് തലയ്ക്ക് കീഴെ വെച്ചിട്ട് തലയണയായി വെച്ച് അവൻ കിടന്നുറങ്ങി. അന്ന് രാത്രി അവനൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം, ഭൂമിയിൽ അവൻ കിടക്കുന്ന ഇടത്തു നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. അതിലൂടെ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. വലിയ ഒരു സ്റ്റെയർ കേസ്. കോവേണി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കും ഈ മരത്തേലൊക്കെ കയറാൻ വേണ്ടി, അല്ലെങ്കിൽ പെയിന്റിങ്ങിനൊക്കെ വീടുകളുടെ ഭിത്തിയിൽ കയറുന്ന ഒരു ചെറിയ കോവേണി. അല്ല, വലിയൊരു സ്റ്റെപ്പ്. ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്ന വലിയ സ്റ്റെയർ കേസ്, വീടുകൾക്കൊക്കെ ഉള്ളതുപോലെ. അതിലൂടെ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു.
ഒരു ഗ്രൂപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ വശത്തുകൂടി ഒരു ഗ്രൂപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൂതന്മാർ കൂട്ടമായി കയറുന്നു, ഇറങ്ങുന്നു. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുന്നു. യാക്കോബ് ഓടിപ്പോകുമ്പോൾ അവൻ അവിവാഹിതനാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തികളിലേക്കൊന്നും അവൻ വന്നിട്ടില്ല. എന്നാൽ യാക്കോബ് ആരാണ്? നമ്മൾ പാടുന്ന പോലെ യാക്കോബിൽ ഇസ്രായേലായി മാറും. അവൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവൻ പ്രാർത്ഥിച്ച് അവൻ ഇസ്രായേലായി മാറും. ഇസ്രായേലിൽ നിന്ന് രക്ഷകൻ വരും. അപ്പോൾ യാക്കോബ് കാണുന്ന കോവേണി ഏതാണ്? രക്ഷയുടെ കോവേണി, സ്വർഗത്തോളം എത്തുന്ന കോവേണി, യേശുവാകുന്ന കോവേണി. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ നഥനയേലിനോട് പറഞ്ഞു, നീ അത്തിയുടെ കീഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? എന്നാൽ ഈ മനുഷ്യപുത്രനായ എൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും. ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞിട്ടാണ്. അതായത് മനുഷ്യപുത്രൻ്റെ അടുക്കലേക്ക് ഞാനാകുന്ന ഈ കോവേണിയാണ്. ഈ ദൂതന്മാർ നിങ്ങളുടെ അടുക്കലേക്ക് വരാനും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുമായി ദൂതന്മാർ അങ്ങോട്ട് പോവുകയും അതിനുള്ള മറുപടിയുമായി ദൂതന്മാർ ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്ന, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബന്ധം ഞാൻ മുഖാന്തരം സംഭവിക്കുക. ഏറ്റവും വലിയ കാര്യം അതാണ്. മരിച്ചവർ ഉയർക്കുന്നതല്ല, ഭൂതങ്ങൾ വിട്ടുപോകുന്നതോ, തളർവാദ രോഗികൾ സൗഖ്യമാകുന്നതോ, അഞ്ചപ്പം വർദ്ധിക്കുന്നതോ, കടലിൻ്റെ മീതെ നടക്കുന്നതോ അല്ല വലിയ കാര്യം. ഞാൻ മുഖാന്തരം സ്വർഗവും ഭൂമിയും ഒന്നായി മാറും. അങ്ങനെ ഞാൻ ഇരുപക്ഷത്തെയും എൻ്റെ ജീവിതം കൊണ്ട് ഒന്നാക്കും. അതുകൊണ്ടാണ് അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. യേശു മുഖാന്തരം ഉണ്ടായത് അതാണ്. അപ്പോൾ നിരപ്പിൻ്റെ ശുശ്രൂഷ. ഇവിടെ നമ്മൾ വായിച്ച 21-ാം വാക്യം, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും, അതാരായാലും, ഏത് മതസ്ഥരായാലും, ജീവിതത്തിൽ ഏത് തരത്തിലുള്ളവരായാലും, എത്ര പിന്മാറ്റക്കാരനായാലും, കർത്താവിനെ തള്ളിപ്പറഞ്ഞൊക്കെ പോയവരായിരിക്കും, എന്നാലും വീണ്ടും ഏവനും, എല്ലാവരും. കർത്താവ് കരുണയുള്ളവനാണ്. മനുഷ്യരെ പോലെ അല്ല കർത്താവ്. അവൻ്റെ ക്ഷമ ദീർഘക്ഷമയാണ്. അവൻ്റെ കരുണ വലിയ കരുണയാണ്. അവൻ്റെ ദയ മഹാദയയാണ്. അവൻ തൻ്റെ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവരേവരും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ വിട്ടുപിരിയാൻ കഴിയാത്ത ഏതെങ്കിലും പാപത്തിന് അടിമയാണെങ്കിൽ ഇടവിടാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കൂ. കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കരുണയും അനുഗ്രഹങ്ങളും ആലോചനകളും നമുക്ക് ലഭിക്കും. കർത്താവിൽ ബലപ്പെടാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ശിക്ഷയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മഹാദാരിദ്ര്യത്തിൽ നിന്ന്, വലിയ തകർച്ചകളിൽ നിന്ന്, വലിയ സങ്കടങ്ങളിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്ന് വേണ്ട, ഇന്ന് ഓരോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ചില വിഷയത്തിന് അവരവർ തന്നെ ഒരു വ്യാഖ്യാനം വെച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയൊന്നുമില്ല. ഇത് പ്രാർത്ഥനയിലും ലഭിക്കാത്ത, പ്രാർത്ഥനയിലും മറുപടിയില്ലാത്ത കേസാണെന്ന് ആരുടെയൊക്കെ ഹൃദയത്തിൽ മടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി കർത്താവ് വിചാരിച്ചാലും നടക്കൂല, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എവിടെ നിന്ന്? എല്ലാ പ്രശ്നത്തിൽ നിന്നും. സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം യേശുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്ന പോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ഒരാളും നശിച്ചു പോകില്ല. സാമ്പത്തികമായി നശിച്ചു പോകില്ല. ആരോഗ്യപരമായി നശിച്ചു പോകില്ല. മാനസിക പ്രശ്നങ്ങൾ ഇന്ന് പല കുടുംബങ്ങളിലും
മാനസിക പ്രശ്നങ്ങൾ ഈ സീസൺ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ, ടെക്നോളജികൾ വർദ്ധിച്ച യുഗത്തിൽ ശാരീരിക ക്ലേശങ്ങളെക്കാൾ ഭയങ്കരമാണ് മാനസിക പ്രശ്നങ്ങൾ. മീഡിയയിലൂടെ, മറ്റുള്ളവരുടെ വിമർശനങ്ങളിലൂടെയൊക്കെ ഹൃദയത്തിന് മനസ്സിന് മുറിവേറ്റവരൊക്കെ അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ 1000 കൗൺസിലിങ്ങിന് നടക്കാത്തത് യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ നടക്കും. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിലേക്ക് വാ. യേശു ഇന്ന് ആരൊക്കെയോ മുറിവുണക്കി പുതിയതാക്കി മാറ്റും. പഠനത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ? എഴുതിയ പരീക്ഷയിൽ പരാജയപ്പെടുമോ? പരാജയപ്പെടട്ടെ, അതിനിപ്പോൾ എന്താണ്? നീ എന്തിനാ പേടിക്കുന്നേ? പരാജയപ്പെട്ടെന്ന് കരുതി ജീവിതം തീർന്നു? ജീവിതം ഒരു പരീക്ഷ എഴുതി തോറ്റതുകൊണ്ട് തീർന്നെങ്കിൽ അത്രയേ ഉള്ളൂ ജീവിതം. 1000 തോൽവികൾ നിനക്ക് വന്നാലും നീ അതിൽ നിന്ന് പുറത്തു വരും. ഏതോ ഒരു പരീക്ഷ എഴുതി, ഒരു നീറ്റ് പരീക്ഷ എഴുതി, അത് തോറ്റുപോയി. മറ്റ് ചില പരീക്ഷകൾ എഴുതി, അത് തോറ്റുപോയി. പോട്ടെ, നീ അതിന് വലിയ കാര്യമാക്കുന്നത് എന്തിനാണ്? ഒരിക്കൽ ഒരു ദൈവദാസിയുടെ അടുക്കൽ ആ ചർച്ചിലെ പെൺകുട്ടി വന്നിട്ട്, ആൻറ്റി ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് ആ ഇൻ്റർവ്യൂവിന്. അപ്പോൾ അവൾ MSc BEd കാരിയാണ്. ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് അവൾ പ്രാർത്ഥിക്കാൻ വന്നില്ല. എനിക്ക് പേടിയാവുന്നു, എനിക്ക് ആ ഇൻ്റർവ്യൂവിന് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന് ഈ ദൈവദാസി വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്, മോളെ നീ തോറ്റുപോകും, നിനക്കത് കിട്ടൂല, സമാധാനപ്പെട്. ഈ കിട്ടുമെന്നുള്ള കിട്ടുമോ ഇല്ലയോ അത് നീ തോറ്റുപോകുന്നേ, എന്നാലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വിടുകയാണ്. അവൾക്ക് ആൻറ്റി പറഞ്ഞതല്ലേ, പ്രവാചികയായ വലിയൊരു ദൈവദാസിയായ ആൻറ്റി പറഞ്ഞതല്ലേ, എന്നാ പിന്നെ ഇനിയിപ്പം ഇനി എന്താ നോക്കാനാണ്, ഏതായാലും തോറ്റുപോകും. അവിടെ ചെന്നു, അവിടെ ഇരിക്കുന്നവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നല്ല മറുപടി അപ്പം കൊടുത്തു. ഏതായാലും തോക്കും, പിന്നെ ആരെ പേടിക്കാനാണ്? അവൾ അവിടെ പാസ്സായി. അവൾക്ക് ആ ഇൻ്റർവ്യൂവിൽ വലിയ ജയമുണ്ടായി. കാരണം അവൾക്കൊരു പേടിയില്ല. അല്ലെങ്കിലോ കിട്ടില്ല ഈ ഒരു ചിന്തയാണ്. നീ തോറ്റുപോയാലും നിനക്കെന്താണ്? ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റാൽ അതിനേക്കാൾ നല്ലത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് തോറ്റാൽ അതിനേക്കാൾ നല്ലത് ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്ക്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അതുകൊണ്ടാണ് മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞത്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന് വേറെ എവിടെ നിന്നെങ്കിലും ഒരു ഉദ്ധാരണമുണ്ടാകും. അതായത് ദൈവ പൈതങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു മറുപടി ഉണ്ടാകും. എവിടെ നിന്നെങ്കിലും. ഒന്നീ തോറ്റ വേറെ ഒരു സ്ഥലത്ത് ജയിക്കാൻ കിടപ്പുണ്ട്. ഒരു വഴി അടഞ്ഞാൽ വേറെ വഴിയുണ്ട്. നീ ഒരു ദൈവ പൈതലായിരിക്കുന്ന കാലത്തോളം, നീ യേശുവിൻ്റെ പൈതലായിരിക്കുന്ന കാലത്തോളം നിനക്ക് പരാജയപ്പെടാൻ കഴിയില്ലെന്ന് ഈ സത്യമറിഞ്ഞ് ബലപ്പെടാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളുടെ യൗവനക്കാരെ വിടുവിക്കണമേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരെ വിടുവിക്കണമേ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ നിറവ്, കർത്താവിൻ്റെ കൃപ ഇത് കേൾക്കുന്ന ഓരോരുത്തരും പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലേക്ക്, സ്വർഗീയമായ നിറവുകളിലേക്ക്, ദൈവിക അനുഭവങ്ങൾ, ദൂതന്മാരുടെ ശുശ്രൂഷകൾ, കാവൽ, ഇവയിലേക്ക് ഓരോ വ്യക്തികളും അതിൻ്റെ നന്മകളിലേക്ക് കയറി ചെല്ലട്ടെ. ഇന്നു മുതൽ വലുത് സഫലമായ വാതിലുകൾ ഈ മക്കൾക്ക് തുറന്നു വരട്ടെ. വാഗ്ദത്തങ്ങൾ നിർവർത്തിയാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ ഭയങ്ങളും, നാളെയെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും വിട്ടുമാറട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യം, അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കും. കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാം. നമുക്ക് നാളെയും മറ്റന്നാളും ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഇന്നത് ആരംഭിക്കുകയാണ്.
പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഇല്ല. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ മാത്രമേ ഉള്ളൂ. കടന്നു വരിക. വ്യക്തിപരമായി ഓരോരുത്തർക്ക് വേണ്ടി, പുതുതായി വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.